പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുക. വലയുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ചില വലച്ചിൽ നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നോക്കൂ, എങ്ങനെയൊക്കെയാണ് നമ്മൾ വലയുന്നത്. നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലയുന്നതായിട്ട്, തിരകളാൽ വലയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാറ്റ് പ്രതികൂലം ആകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. പ്രിയ മക്കളെ, യേശു ഉള്ള പടകാണ്, യേശു അപ്പനാണ് അവരെ ഹല്ലേലൂയ അങ്ങോട്ടത്തേക്ക് അയച്ചത്. യേശുപ്പൻ അല്പസമയം ഒന്ന് മാറിയപ്പോൾ ഹല്ലേലൂയ അവര് പ്രതികൂലമാകൊണ്ട്, അതായത് കാറ്റ് പ്രതികൂലം, പ്രയാസം, ചില നേരത്ത് ചില കാറ്റുകൾ പ്രതികൂലമായിട്ട് അടിക്കും. ഹല്ലേലൂയ. അതിൽ നമ്മൾ വലഞ്ഞു പോകുവാൻ ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഏത് നേരത്താണ് ചില കാറ്റുകൾ കടന്നു വരുന്നതെന്ന്. ഹല്ലേലൂയ. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശുപ്പൻ നമ്മളിൽ നിന്ന് അകന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശുപ്പനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങൾ അപ്പനിൽ നിന്ന് അകന്നു പോകുമ്പോൾ ചില വലച്ചിലുകൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പറയുന്നുണ്ട്, തണ്ട് വലിച്ചു വലയുന്നത് യേശുപ്പൻ കരയ്ക്ക് നിന്ന് ഇതെല്ലാം കാണുക. പ്രിയ മക്കളെ, നമ്മളെ കൈവിടുന്ന ഈ അപ്പച്ചനല്ല. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം വലച്ചിൽ അനുഭവിക്കുന്നുവോ അതേപോലെ നമ്മെ അടുപ്പിക്കുന്ന അപ്പനാ. ഹല്ലേലൂയ. നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരുന്ന അപ്പനാ. അതായത് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യത്തിലാ പറയുന്നുണ്ട്, കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. അത് നോക്കൂ, ഏകദേശം രാത്രി 4-ാം മണി നേരത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പ്രിയ മക്കളെ, ഏത് യാമത്തിലും ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മൾ നോക്കണം, നമ്മൾ ഏതിനാൽ വലയുന്നു, എങ്ങനെയാണ് ഈ വലച്ചിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ഹല്ലേലൂയ. യേശുപ്പനെ മറന്നു പോയാൽ ജീവിതത്തിൽ ചില വലച്ചിലുകൾ ഹല്ലേലൂയ നേരിടേണ്ടതായിട്ട് വരും. അപ്പനുമായിട്ടുള്ള ബന്ധം വിട്ടാൽ ഹല്ലേലൂയ പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായി തീരണം. കർത്താവിനെ ചേർത്ത് ഹല്ലേലൂയ അപ്പൻ ഞങ്ങൾക്ക് വലിയവൻ എന്ന് തന്നെ പറയുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വ്യാധികളാൽ വലഞ്ഞു എന്ന്. ഹല്ലേലൂയ. അതായത് 1-ാം അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ, നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. എന്തു ചെയ്യണമെന്നറിയാതെ പല വിധത്തിൽ ഹല്ലേലൂയ പല വ്യാധികളാൽ നേരിട്ട്, അതായത് 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു കൂടിയിരുന്നു. നാനാ വ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയ കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ നാനാ വ്യാധികളാൽ ഇന്ന് വലഞ്ഞിരിക്കുന്ന ജീവിതങ്ങൾ, ഇന്ന് സത്യം അറിയാം, എന്നിട്ടും എന്താ വലഞ്ഞ് നടക്കുക. ഹല്ലേലൂയ. യേശുവപ്പന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ ഏതൊരു രോഗവും, ഏത് നമ്മുടെ ശരീരത്തെ അലട്ടുന്ന ഏത് പ്രതികൂലങ്ങളും മാറ്റിത്തരുവാൻ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. ആ കാലങ്ങളിൽ ശക്തീകരിച്ച് ബലപ്പെടുത്തി സൗഖ്യം കൊടുത്ത അപ്പന്റെ കാര്യം ഇന്നും കുറുതായിട്ടില്ല. ഇന്നും ഹല്ലേലൂയ സൗഖ്യം നടക്കുന്നുണ്ട്. പ്രിയ മക്കളെ നോക്കൂ, നിങ്ങളും നാനാവ്യാധികളാൽ വലഞ്ഞ് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടെ പോകണമെന്നറിയാതെ വലഞ്ഞു നടക്കുകയാണോ? നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് വാ. നിങ്ങളുടെ ഹല്ലേലൂയ ഏത് വലച്ചിലായാലും അതിന്മേൽ മറുപടി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ പാപങ്ങളാൽ വലഞ്ഞിരിക്കുന്നവരെ ഹല്ലേലൂയ
ഹാലലുയ. അതായത് പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ, അതായത് ഹല്ലേലൂയ 4 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അറിയാം പല വിധത്തിൽ പാപങ്ങളാൽ ഹല്ലേലൂയ അടിമപ്പെട്ടിട്ട് ഹല്ലേലൂയ അതിന്മേൽ വലഞ്ഞിരിക്കുന്ന ജീവിതങ്ങളെ. അതായത് 4-ാം വാക്യം വായിക്കുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഗയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കൂ, പാപങ്ങളാൽ പല പ്രവൃത്തികൾ ചെയ്ത് ഹല്ലേലൂയ അവിടെ നിന്ന് ഹല്ലേലൂയ ആ പാപപ്രവൃത്തിയിൽ നിന്ന് ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾ വലഞ്ഞുപോയി കാണും, പല പ്രവൃത്തികൾ ചെയ്ത് കാണും, പക്ഷേ അവിടെ നിന്നും വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എബ്രായർക്കെതിരെ ലേഖനത്തിൽ കാണാം 11-ാം അധ്യായം നോക്കുമ്പോൾ പല വിധത്തിൽ വലച്ചിൽ സംഭവിച്ച് അവിടെ നിന്നെല്ലാം വിടുവിച്ച് കഷ്ടങ്ങളാൽ ഹല്ലേലൂയ പല കഷ്ടങ്ങളാൽ വലഞ്ഞ് ഹല്ലേലൂയ ആയിരിക്കുന്ന ജീവിതങ്ങളെ വിടുവിച്ച കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. 11-ാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി ഹല്ലേലൂയ നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, എല്ലാ വിധത്തിലും ഹല്ലേലൂയ കഷ്ടങ്ങളാൽ ഏർപ്പെടുത്തിയിട്ട് അവിടെ നിന്നും വിടുവിച്ച അപ്പന്റെ കരം. ഹല്ലേലൂയ. 30 കല്ലേറയേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളികളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പലതരത്തിൽ പ്രിയ മക്കളെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ ജീവിതങ്ങൾ വലഞ്ഞ് വലഞ്ഞ് ഹല്ലേലൂയ അവിടെയെല്ലാം ദൈവിക വിടുതല് അവർക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല പ്രിയ മക്കളെ. നമ്മെ സഹായിക്കുന്ന അപ്പന്റെ കരം. നിങ്ങൾ ഏത് വിധത്തിൽ ഹല്ലേലൂയ വലഞ്ഞലഞ്ഞ് നടക്കുന്നോ, നിങ്ങൾ അതിന്മേലെല്ലാം ജയം നേടണമെങ്കിൽ യേശുവിന്റെ സന്നിധി കടന്നു വരിക. ഹല്ലേലൂയ. കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. സകലത്തിന്മീതെ ജയാളിയായ കർത്താവ് ഇന്നും ഹല്ലേലൂയ നമ്മെ ജയിക്കുന്ന, നമുക്ക് വേണ്ടി ജയം തരുന്ന അപ്പനാ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ഏത് വിധത്തിൽ വലച്ചിൽ അനുഭവിക്കുന്നു അതിന്മേൽ ജയം തരുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവ് ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ശക്തീകരിക്കുവാൻ കർത്താവ് സഹായിയാണ്. ഹല്ലേലൂയ. അപ്പന്റെ കരം കുറുതായിട്ടില്ല, അപ്പന്റെ ചെവി മന്ദമായിട്ടില്ല. അപ്പാ, ഓരോരുത്തരെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി കൊടുക്കണേ അപ്പാ. ദൈവം സഹായിക്കണമേ. അപ്പനോട് ചേർന്ന് നിൽപ്പാൻ ഓരോ മക്കളെ സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, നിങ്ങൾ അപ്പന്റെ അടുക്കലേക്ക് കടന്നു വരുക. അപ്പൻ നിങ്ങളെ സഹായിക്കും. കർത്താവിനാൽ കഴിയാത്ത ഒന്നുമില്ല. യേശുപ്പനാണ് ഹല്ലേലൂയ സകലത്തിന്മീതെ ജയിച്ച് ആ ജയാളിയായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.